2017 സ്പാനിഷ് ലാലിഗയിൽ കിരീടത്തിന് കടുത്ത മത്സരം നടക്കുന്ന സമയം. ഫുട്ബോൾ പ്രേമികളിൽ ആകാംക്ഷയും ആവേശവും നിറച്ച് ഏപ്രിൽ 23 നിലാവുള്ള രാത്രി വരികയാണ്. കാളപ്പോരിന്റെ നാടായ സ്പെയിനിലെ സാന്റിയാഗോ ബെർണാബുവിൽ ഒരു കാളപ്പോരിന് കളമൊരുങ്ങുന്നു. അതെ, എൽ ക്ലാസിക്കോ. പോയിന്റ് ടേബിളിൽ മുന്നിലുള്ള റയൽ മാഡ്രിഡിനെ പിടിച്ചിടാൻ ബാർസലോണക്ക് ലഭിച്ച സുവർണ അവസരമായിരുന്നു ഇത്. ചരിത്രപരമായി ഇരു ടീമുകൾ തമ്മിലും ഒരുപാട് അന്തരമുണ്ട്. എന്നാൽ ലാലിഗയിൽ അവർ തമ്മിലുള്ള ദൂരം വെറും 3 പോയിന്റ് മാത്രമായിരുന്നു. ജയിച്ചാൽ ബാർസ റയലിനൊപ്പമെത്തും. കിരീട പോരാട്ടത്തിൽ വീണ്ടും കൊമ്പ് കോർക്കാം. മറുഭാഗത്ത് കിരീടം നേടിയെത്തിയിരിക്കുന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ ലോസ് ബ്ലാങ്കോസും. എൽ ക്ലാസിക്കോയുടെ പകയുടെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും കഥകൾ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അഭിമാനത്തിന്റെ പോരാട്ടങ്ങൾ കൂടിയാണ് ഓരോ എൽ ക്ലാസിക്കോ മത്സരവും. റയലിന്റെ മാഡ്രിഡ് രാജകീയമായ ചരിത്രമാണോ, ബാർസലോണയുടെ കാറ്റാലൻ സ്വത്വത്തിന്റെ പ്രതിരൂപമാണോ കാൽപന്ത് കളിയിൽ തെളിയിക്കുകയെന്ന സത്യാന്വേഷണം. 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു ഇരു ടീമുകളും കളത്തിൽ താരങ്ങളെ അണിനിരത്തിയത്. മുൻതാരം സിനദിൻ സിദാന്റെ പരിശീലന വേഷത്തിലാണ് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത്. ബാർസലോണയുടെ ആശാനാവട്ടെ ലൂയിസ് എൻറിക്കയും. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യത്തിൽ ഇറങ്ങുന്ന റയലിന്റെ ഗോൾ ബാറിന് കീഴിൽ കെയ്ലർ നെവാസാണ്. ബാർസയുടെ വല കാക്കാൻ ടെർ സ്റ്റീഗനും. റയൽ ഡിഫൻസിലാവട്ടെ മാർസലോയും റാമോസും നാച്ചോയും കർവഹാലും പ്രതിരോധം കാക്കുന്നു. ബാർസയുടെ പ്രതിരോധ നിരവും ഒട്ടും മോശമല്ല. ജോർദി ആൽബയും ഒംടിറ്റിയും പിക്കയും റോബർട്ടോയും എന്നിവരടങ്ങുന്ന 4 സംഘം. റയലിന്റെ മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, ക്രൂസും മോഡ്രിച്ചും പിന്നെ ബ്രസീലിയൻ ടാങ്ക് കാസമിറോയും. അതിന് മറുപടിയായി തന്നെ ബാർസ ചെക്ക് വെക്കുന്നത് മിഡ്ഫീൽഡ് മാസ്റ്റർ ഇനിയസ്റ്റയെയും ബുസ്കറ്റ്സിനെയും റാക്കിറ്റിച്ചിനെയും മധ്യനിരയിൽ കളിമനയാൻ പറഞ്ഞയച്ചാണ്. ഏറ്റവും അധികം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇരു ടീമുകളുടെയും മുന്നേറ്റ നിരയിലേക്കാണ്. റയൽ അവരുടെ പ്രശസ്തമായ മുന്നേറ്റത്രയം BBC തന്നെ കളത്തിൽ ആക്രമണത്തിന് വിടുകയാണ്. റൊണാൾഡോ, ബെൻസെമ. ബാർസൻ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ നെയ്മറിന് പകരം അൽകാസറും പിന്നെ സുവാരസും മെസ്സിയും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന പോലെയുള്ള 2 ടീമുകൾ. ലോകത്ത് തന്നെ 2 ചേരിയാക്കിയ 2 മനുഷ്യരുടെ പോരാട്ടവും കൂടിയായിരുന്നു അത്. മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം. സാന്റിയാഗോ ബെർണാബുവിലെ സായാഹ്നത്തിൽ റയൽ മാഡ്രിഡിന്റെ വിഖ്യപ്രസിദ്ധമായ ചാൻഡിന് മുകളിൽ റഫറിയുടെ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങി. കാളപ്പോരിന്റെ വാതിൽ തുറക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കിക്ക് ഓഫ് ചെയ്തത് റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. പന്ത് കൈവശം വെച്ചതും റയൽ തന്നെയായിരുന്നു.